വീച്ചോറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഇങ്ങനെ എണീച്ചപ്പോൾ പെരയിൽ വടക്കിൻ്റെ അവിടെ തന്നെ ഒരു മാമൂച്ചുണ്ട്. അതിന് കുറേ എത്തിക്കണിയുണ്ട്. കുറേ കാലമായിക്കണു അത് പറിച്ചണം വിചാരിക്കണം. ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അത് ഫുള്ളായിട്ടൊന്ന് പറിച്ച് കളാം. നമുക്ക് കയറല്ലേ കുറേ ആയിട്ട് ഇതിങ്ങനെ വിചാരിക്കണു. അപ്പോൾ എന്നാൽ ഇതിനൊരു ഗ്യാപ്പ് കിട്ടിയ ചെറിയ എറുമ്പാളൊക്കെ ഉണ്ട്. എന്തൊക്കെ രസമാവോ കയറി വെക്കാം. ഈ സാധനം വന്നു കഴിഞ്ഞാലേ എത്ര കായ്ക്കണ മരമായിട്ടും കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ കഥ കഴിയും. ഇതുണ്ടോ ഇതിൻ്റെ വേരുണ്ടോ ഈ അവസ്ഥയാണ്. ജസ്റ്റ് മേലെ വെട്ടിക്കൊടുക്കുക, അടിക്ക് വലിക്കുക. അല്ലാത്തത് കത്തി കൊണ്ട് ചെത്തി ഇറക്കും വേണ്ട. ചെത്തി കൊടുത്താൽ അത് പോവും. എന്തൊക്കെ ഇത് കിട്ടേണ്ട അറിയില്ല. മാക്സിമം പറ്റണൊക്കെ ഈ കൊമ്പൊക്കെ ഏകദേശം ഈ അവസ്ഥയായിരിക്കും. ഒരു കുത്ത് ക്യാമറക്കും കൊണ്ടു. ഇതൊക്കെ ഫുള്ളാട്ടോ. ഇത് കൊമ്പനെ വെട്ടേണ്ട അവസ്ഥ. സംഭവം മുറ്റത്ത് നിൽക്കണ മൂച്ചയാണ്. ഇന്ന് താക്കാം നാളെ താക്കാറ് ഇങ്ങനെ നിന്ന് ഇതുണ്ടോ. ഇത് ഫുള്ള് ഒരു കൊമ്പല്ല കേട്ടോ. ഇത് എത്തിക്കണിയാ ഫുള്ള്. അടിയിൽ ചെറിയ കൊമ്പുണ്ടോളുണ്ട്. അന്നിനി വേണ്ട. അതോ ഇപ്പം എത്ര ഒഴിഞ്ഞു നോക്കണി മരം. അടിയിൽ ഇന്നീണ്ട് ചെറുത് ഉണ്ടോ. ഇവിടെ ഉണങ്ങി വരുന്നുണ്ടോ. ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. അതുണ്ടോ ഈ കൊമ്പൊക്കെ ഉണങ്ങി ആണോ. ഇതിമക്കുള്ള റൂട്ടൊക്കെ ഫുള്ള് എടുത്ത് കളഞ്ഞത്. ഇത് ഫുള്ള് ഉണങ്ങി. മേലെയുണ്ട് കുറച്ച്. നല്ല വേരേ ഒരു സ്രിഞ്ച് കുത്തണ പോലെ ഇതിങ്ങനെ ഇറക്കി വെക്കണം. കണ്ടോ ഇതൊക്കെ മരത്തിൻ്റെ ഉള്ളിൽ പോയി വിണ്ടു. കണ്ടോ ഇതൊക്കെ വേറെ അടുത്തും താക്കട്ടെ വരും. എറുമ്പെല്ലാം മേത്ത് കയറുന്നുണ്ട്. പണി മുഴുവനാക്കാൻ അയക്കൂലോ. ഇവിടെ കണ്ടോ ഇവിടെ വിണ്ടു ഒലിച്ച് പൊട്ടി. നമ്മളെ ആണി അടിച്ചാൽ പശ വരില്ല. അത് മാതിരിയാണ്. ഇതിൻ്റെ വേര് നന്നായിട്ടാണ് ഇറങ്ങിയ അവിടെ കണ്ടോ ആണ് കീറാണ്. വിണ്ട് കീറാണ്. അപ്പോൾ അവനക്ക് മരം വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലത്തൊക്കെ ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ കളയാം. വരാനാക്കിയത് കളഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെയും വരും. കുറച്ച് കാലം കഴിഞ്ഞാൽ മാക്സിമം കൊത്തി കളയാം. അപ്പോൾ ഇവിടുത്തെ കൊമ്പ് കുറവാണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ ആണെങ്കിലാവും. ആകെ പെരയിൽ വാങ്ങണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ അവസ്ഥ ഇത്. കറണ്ടില്ലെങ്കിൽ നടക്കൂല. ഈ മരം കയറുമ്പോൾ എപ്പോഴും സപ്പോർട്ട് ബെൽറ്റ് ഇല്ലേ അത് പറ്റിയൊന്ന് മേടിക്കട്ടോ. ഞാനൊന്ന് മേടിക്കാൻ പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കണതാണ്. അല്ലെങ്കിൽ ഡേഞ്ചർ പൊടി വിട്ട് അടിക്കെത്തും. അതുണ്ടെങ്കിൽ എന്താ അറിയോ തൂങ്ങി കളിച്ച് കഴിയുമ്പോൾ ആടി വെച്ചോളൂ. അടിക്ക് വരില്ല. പിന്നെ പറ്റക്കൂടി ഞാൻ ക്രെയിനയിൽ വന്നിട്ട് ഇറക്കാം. ഇതതിനൊന്നും ഗ്യാപ്പ് കിട്ടൂല. ഇത് അടിക്കണെത്തും.
പടുവ മുളച്ച പോലെ അല്ലായ്മ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ കൊമ്പിൻ്റെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പിന്നിത് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ക്യാമറയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഇതുണ്ടോ ഈ കൊമ്പിൻ്റെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഈ സാധനമുണ്ട്. പൊട്ടിട്ട് ഇങ്ങനെ കായ്ച്ച് വരിക. ഇതിന് മരത്തിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യണ മാതിരി കേട്ടോ. അവിടെ ഇവിടെ ഒക്കെ പിന്നെ ഉണ്ടാവുന്നുണ്ട്. ഇഷ്ടല്ലേ നമ്മൾ മരത്തിന് തൂമ്പ് വരൂലേ, അതേപോലെ അതിമൊക്കെ തൂമ്പ് പിന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് പകരുന്ന സാധനമാണ്. ഇത് ആ മേലത്തെ കൊമ്പുമൊക്കെ ഉണ്ട്, ആ മേലൊക്കെ ഉണ്ട് കേട്ടോ. ആ കൊമ്പും പൊടിയൊക്കെ ഉണ്ട്. ഒക്കെ പാടെ എടുക്കാനൊന്നും നടക്കൂല. ഇത് വന്ന പാടെ ഇതിനെ കളച്ചിലാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. സ്റ്റെപ്പ് മേലെ കയറാൻ പറ്റുമോ അവിടെ? ഇതിമീ കണ്ടോ? ഇതിമീൻ കേട്ടോ ഉണ്ടോ? ഇവിടെയൊക്കെ ഇതിമീണ്ട്. മരം മൊത്തം ഉണ്ട്. ഇതിമൊന്ന് മൊത്തം കളയിൽ ടാസ്ക്കാണ്. വേറെ എന്തെങ്കിലും മരുന്നുണ്ടോയെന്നില്ലേ ചോദിക്കേണ്ടി വരും. ഇപ്പം ഏകദേശം ക്ലീനാക്കി. ഉണ്ടോ ആ കുറച്ച് മാങ്ങ തിമ്മില്ല കേട്ടോ. ഉണ്ടോ പെരിയിൽ ആകെല്ലാം മാങ്ങയാണ്. വെള്ളമൂവണ്ടൻ. അപ്പം നമുക്കിനി ഇറങ്ങാം. മേത്ത് കൂടി നല്ലോണം എറുമ്പുണ്ട്. കണ്ടോ ഇതിപ്പോൾ ചെയ്ത ഭാഗം കേട്ടോ. ഉള്ളിക്കുണ്ടോ വേറെ ഇറങ്ങണുണ്ടോ ചെത്തിയെടുത്ത പോലെ. അതന്നെ ഇതിൻ്റെ പ്രശ്നം. ഇറങ്ങലും കയറലും കുറേ കാലം ഇങ്ങനത്തെ പണിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അങ്ങനെ കയ്യെ കഴുകി പോട്ടെ. ഒന്ന് എങ്ങോട്ടേലും പോകണം. ഇന്ന് ലീവ് എടുത്താൽ അങ്ങോട്ടേലൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചു. അപ്പോൾ ബൈ 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 ഗൈസ്, ബൈ ബൈ.